ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം തിരുവചനം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അച്ഛന്മാർ രണ്ടുപേരും സൂചിപ്പിച്ചതിന്റെ ഒരു വചന ബന്ധിയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിനകത്ത് പറയുന്നത്. റോമാലേഖനത്തിലും 8-ാം അധ്യായം 14-ാം തിരുവചനം, അത് പരിശുദ്ധാത്മാവ് വഴി നമ്മളെ ദൈവപുത്രരാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. എന്നിട്ട് വചനം പങ്കുവയ്ക്കുന്നത് ഈ പുത്രന്റെ അവകാശത്തെ കുറിച്ചാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. റോമ 8:14 പിന്നെ 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് മുഖേന നാം ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. ഇത് പുത്രൻ വഴി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാക്കുന്നത് വഴി ദൈവത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ആബാ പിതാവേ. ഈ ഒരു വചനം വ്യാഖ്യാനിക്കാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഒരു സംഭവമാണ്. ഞാൻ പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്തിരുന്ന ഒരു ഇടവകയിൽ സൺഡേ സ്കൂൾ കുട്ടികളെ കാറ്റഗിസം പഠിപ്പിക്കുന്നു. +1 പഠിക്കുന്ന ഒരു കുട്ടി അവൾ എന്നോട് ഒരു വിഷമം പറഞ്ഞാണ്, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്. എൻ്റെ അപ്പൻ കുഞ്ഞിലെ തന്നെ മരിച്ചുപോയി. എൻ്റെ അമ്മയാണ് എന്നെ വളർത്തുന്നത്. ചേട്ടനുണ്ട്, അനിയനുണ്ട്. ഇവള് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയും കൂടെയാണ്. എന്നാൽ ഇവർക്ക് സാമ്പത്തികമില്ല. അപ്പം ഞാൻ ഇവളോട് പറയുന്നു, നിനക്ക് പറ്റുവാണെങ്കിൽ ഡോക്ടർ ആകണം, അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നേഴ്സെങ്കിലും ആകണം എന്നെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യായിരുന്നു. അവൾ പറഞ്ഞു, അച്ഛാ എനിക്കത് പറ്റും, എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പണമില്ല. ഞാൻ ആ കൊച്ചിനെ ആശ്വസിപ്പിച്ചത്, യഹോവ ഈരെ, ദൈവം തൻ്റെ മലയിൽ ഇഷ്ടമുള്ളത് പ്രദാനം ചെയ്യും, വേണ്ടത് പ്രദാനം ചെയ്യും എന്നുള്ള ആ ഒരു വചനമൊക്കെ കൊടുത്ത് കൊച്ചിനെ ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അബ്രാഹത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു. ദൈവം അബ്രാഹത്തിന് കുഞ്ഞാടിനെ നൽകിയതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഇടപെടും എന്നെല്ലാം പറഞ്ഞു. ദൈവത്തെ നീ അപ്പാ എന്ന് വിളിക്കണം എന്നെല്ലാം പറഞ്ഞ് ഈ കൊച്ചിനെ ഞാൻ പഠിപ്പിച്ച്. എന്നിട്ട് അവള് ഇത് വിശ്വസിച്ചു കേട്ടോ. ഞാനൊരു നല്ല രീതിയിൽ ഈ ഒരു ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും. എന്നിട്ട് +2 ഒക്കെ ആയിട്ട് അവൾക്ക് അഡ്മിഷനൊക്കെ ഏകദേശം റെഡിയായി. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വീണ്ടും അവളോട് പറഞ്ഞു, നീ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അവൾ ഈ വിശ്വാസം ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് വിളിച്ചിട്ട് പറയാണ്, പക്ഷേ എൻ്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി ഇതുവരെയും ഞങ്ങൾക്ക് 1 രൂപയുടെ സഹായം പോലും ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നലെ വന്നിട്ട് എൻ്റെ 2 വർഷത്തെ ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞു. 1 വർഷത്തേന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം വേണ്ടത് പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. അപ്പം ദൈവത്തെ ഈ അപ്പാ എന്ന് വിളിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, നമ്മൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത്. അതിനേക്കാളേറെ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയിലെങ്കിലും സ്വർഗത്തിലുള്ള ഞങ്ങളുടെ അപ്പ അല്ലെ ആബാ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സാധിക്കണം. ദൈവം നമുക്കിന്ന് നൽകും. നമുക്കൊരു പാട്ടൊക്കെ പാടി നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. യഹോവ ഈരെ, ദാതാവാം ദൈവം, അത് നമ്മുടെ ദാതാവാണ്, അത് നമുക്ക് നൽകും. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ആ ആബാ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. യഹോവ ഈരെ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, നിന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ഷമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ഈ ആബാപിതാവിനെ കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഈശോ വെളിപ്പെടുത്തിയത് വഴിയാണ് ദൈവം അപ്പനാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ലഭിച്ചത്.
പിതാവായ ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തുന്ന പേര് കർത്താവ് എന്നുള്ളതായിരുന്നു. പുതിയ നിയമത്തിൽ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് റോമ 10:9 കാണുന്നത് പോലെ യേശു ആണ് കർത്താവെന്ന് നീ അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പം ദൈവം 2 അല്ല, അല്ലെ 3 അല്ല, ഒരേ ദൈവം യേശു തന്നെയാണ് പഴയ നിയമത്തിലെ കർത്താവെന്ന് ക്രിസ്ത്യാനി നീ അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് യേശുവിൻ്റെ ഉത്ഥാനം നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. ആ ഒരു ബോധ്യത്തിൽ നമുക്കായിരിക്കാം. യേശു വഴി ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ അപ്പൻ നമ്മുടെയും അപ്പനാണെന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് നമുക്ക് ഈ ഒരാഴ്ച യാത്ര ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.